കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതായത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇത് എങ്ങനെ നമ്മൾക്ക് തുടക്കത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ സാധ്യവും എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. സ്തനാർബുദം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ അമിതഭാരം. അതായത് ശരീരത്തിന് വേണ്ടത്ര വ്യായാമം ഇല്ലാത്തതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുകയും ഈസ്ട്രാഡിയോൾ എന്നുള്ള കണ്ടന്റ് കൂടുതലായിട്ട് വരികയും അത് സ്തനാർബുദത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്. മറ്റൊന്നാണ് പ്രസവിക്കാത്തതും മുലയൂട്ടാത്തതുമായിട്ടുള്ള അമ്മമാരിൽ ഇത്തരത്തിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ഹോർമോണുകളുടെ മെഡിസിൻസ് കഴിക്കുക. ചില ആളുകൾ ഹോർമോണൽ പിൽസുകൾ സ്ഥിരമായിട്ട് കഴിക്കും. ഒന്നുകിൽ നമ്മുടെ മെൻസ്ട്രുവേഷൻ ഡിലേ ആക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രസെപ്റ്റീവ്സ് മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് ഹോർമോണൽ പിൽസുകൾ കഴിക്കുക. അതും അല്ലെങ്കിൽ ചില മറ്റു കാരണത്താൽ ചില ഹോർമോൺ പിൽസുകൾ കഴിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്തനാർബുദം വരാനുള്ള റിസ്ക് വളരെയധികം കൂട്ടുകയാണ് ചെയ്യാറുള്ളത്. മറ്റൊന്ന് വ്യായാമമില്ലായ്മ. അതേ പറഞ്ഞു, വ്യായാമം ഇല്ലാത്തത് മൂലം തന്നെ ഓവർ വെയിറ്റ് ഗെയിൻ, അതായത് വെയിറ്റ് കൂടുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന് നമ്മുടെ പാരമ്പര്യമായിട്ട് ഹിസ്റ്ററി ഉള്ള വ്യക്തികൾ, അതായത് നമ്മുടെ ഫാമിലിയിൽ ഹിസ്റ്ററി ഇത്തരത്തിൽ ഈ സ്തനാർബുദമുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഒരു ഹൈ റിസ്ക് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇത്തരത്തിൽ സ്തനാർബുദമാണ് എന്ന് നമ്മൾ ഇത്രയൊക്കെ അവയർനെസ് കൊടുക്കുമ്പം ആളുകൾ സംശയിക്കാറുണ്ട്. ഒരു ബ്രസ്റ്റിനകത്ത് ഒരു ചെറിയൊരു മുഴയോ അല്ലെങ്കിൽ നമ്മൾ മെൻസസിനോട് അനുബന്ധിച്ചിട്ട് ചില ഭാഗങ്ങളിലൊക്കെ മുഴകളൊക്കെ ഉണ്ടാവുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് സ്തനാർബുദമാണോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണോ ഡോക്ടറെ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ സ്തനാർബുദം വരാനുള്ള ഒരു പ്രധാന കാരണമാണ് പുകവലി. ഫീമെയിൽസ് പലപ്പോഴും പുകവലിക്കുന്ന പല ആളുകളിലും ഇത്തരത്തിൽ സ്തനാർബുദം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി എല്ലാ തരത്തിലുള്ള മുഴകളും സ്തനാർബുദം മുഴകളാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 20 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ആളുകളിൽ കാണുന്ന ആർത്തവത്തിനോടനുബന്ധിച്ച് കാണുന്ന മുഴകൾ, അവയൊന്നും ഫൈബ്രോ അഡിനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒന്നും നമ്മൾ പേടിക്കേണ്ട തരത്തിലുള്ള മുഴകളല്ല. അതുപോലെ വർഷങ്ങളായിട്ട് വലിപ്പം വെക്കാത്ത ചില മുഴകളുണ്ടാവും. ചിലപ്പോൾ മുലയൂട്ടുന്ന സമയങ്ങളിൽ സ്തനങ്ങളിൽ പാല് കട്ടി പിടിച്ചിട്ടുണ്ടാവുന്ന മുഴകൾ, അതൊന്നും സ്തനാർബുദം ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ഇത്തരത്തിൽ സ്തനാർബുദം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതായത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമ്മുടെ സ്വന്തം സ്തനത്തിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ നോട്ടീസ് ചെയ്യലാണ് ഫസ്റ്റ് വഴി. അതായത് നമ്മുടെ സ്തനത്തിനകത്ത് എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ സ്തനത്തിൽ വേദനയുള്ളതോ അല്ലെങ്കിൽ വേദന ഇല്ലാത്തതോ അത് മൂവ് ചെയ്യുന്നതോ തരത്തിലുള്ള മുഴകളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്തനത്തിനകത്തുള്ള മുലക്കണ്ണിനകത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് റിട്രാക്ട് ചെയ്യുക, ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് രക്തം കലർന്നിട്ടുള്ള എന്തെങ്കിലും സ്രവങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കക്ഷഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ആ ഭാഗങ്ങളിൽ വല്ല കയലയ്ക്ക് വീക്കുണ്ടോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ക്യാൻസർ ആവാനുള്ള പോസിബിലിറ്റി ഉള്ള കണ്ടീഷൻസിലാണെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ കക്ഷഭാഗത്തുള്ള കയലകൾക്കൊക്കെ വീക്കം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇത്തരത്തിൽ ഈ സ്തനാർബുദം ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുക? നമുക്കൊരു ദിവസവും ഏതൊരു സ്ത്രീക്കും അവർക്ക് തനിയെ തന്നെ ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മെൻസസ് കഴിഞ്ഞിട്ട്, മെൻസസിന് കൃത്യമായിട്ടൊരു മെൻസ്ട്രുവൽ സൈക്കിളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മെൻസസ് കഴിഞ്ഞിട്ട് ഒരു 10ാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മളുടെ ഈ കയ്യിൻ്റെ ഈ പാമിൻ്റെ ഈ ഏരിയ നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കുക. ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും തടിപ്പുകളോ അതുപോലെ തന്നെ നിറവ്യത്യാസമോ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുലക്കണ്ണുകളൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അതായത് നിപ്പിൾസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. കാരണം അതിനകത്തു നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജസ് വരുന്നുണ്ടോയെന്ന്. ഇത്തരത്തിൽ രക്തം കലർന്നിട്ടുള്ള ഡിസ്ചാർജസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ടെസ്റ്റുകളും കൂടി നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഇത്തരത്തിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള ചില ടെസ്റ്റുകൾ കൂടെ തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള ഒന്നാണ് ട്രിപ്പിൾ ടെസ്റ്റ്, മറ്റൊന്നാണ് മാമോഗ്രാം. നമുക്കറിയാം വളരെ കോമൺലി കേൾക്കുന്നതാണ്. 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ മാമോഗ്രാമാണ് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത്. അതുപോലെ സി ടി പറയാറുണ്ട്, അൾട്രാസൗണ്ട് പറയാറുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ചിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്ന് പറയാറുള്ളത്.
അപ്പോൾ ഇത്തരത്തിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള വ്യായാമം ഫോളോ ചെയ്യുക, അമിതഭാരം ഒഴിവാക്കുക, അതുപോലെ തന്നെ ഹോർമോണുകളുടെ പിൽസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മുലയൂട്ടുന്ന പ്രസവിക്കാത്തതും മുലയൂട്ടാത്തതുമായിട്ടുള്ള അമ്മമാർ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. അവർ ഇടയ്ക്ക് ഒരു സ്തന പരിശോധന നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഏതൊരു സ്ത്രീയും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ സ്വയം പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പുകവലിക്കുന്ന സ്ത്രീകൾ, അതിൽ ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു ഹൈ റിസ്ക് കാറ്റഗറി ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടവർ അവരും കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ബ്രസ്റ്റ് സ്ഥാനാർബുദം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സെൽഫ് പരിശോധന നടത്തേണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളത് സെൽഫ് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതോടുകൂടി തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നടത്തുന്ന രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസും കൂടി കൊടുക്കുന്നത് മൂലം തന്നെ ഇതിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് വളരെ വേഗം തന്നെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതുപോലെ അനുസൃതമായിട്ടുള്ള ചികിത്സ കൊടുക്കാനും സാധ്യമാവാറുണ്ട്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.